കഥ സഖി ഭാഗം 15. കാറ്റുപോലെ പാഞ്ഞു വന്നവൻ അവൾക്കരികിൽ എത്തിയത് സീതക്കുട്ടി എന്ന് വിളിച്ചും കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്നറിയാതെ ഒരു നിമിഷത്തേക്ക് തറഞ്ഞു നിന്നു പോയവൾ ഉടനടി തൻ്റെ ശരീരത്തിലേക്ക് അമർന്നവനെ ഇരു കൈകൾ കൊണ്ട് തള്ളി മാറ്റിയ നിമിഷം തന്നെ അവളുടെ കൈകൾ അവൻ്റെ കവളിൽ ഊക്കോടെ പതിഞ്ഞു. ഗായത്രി, ഗായത്രി! അകത്തളത്തിൽ നിന്നും ശന്തനുവിൻ്റെ ഉച്ചത്തിലുള്ള ശബ്ദം ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് പത്രം നോക്കുകയായിരുന്ന ജോയുടെ കാതിൽ പതിച്ചു. ഉടനെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് ചെന്നപ്പോൾ അവിടുത്തെ കാഴ്ച കണ്ട് അവനും ഞെട്ടി. ദേഷ്യത്തോടെ മുകളിൽ നിന്നും സ്റ്റെപ്പുകൾ ഇറങ്ങി വരുന്ന ശന്തനും അവനരികിലേക്ക് എന്തോ പറഞ്ഞു ചെല്ലുന്ന ഉണ്ണിയും താഴെ ദേഷ്യത്തോടെ അവരെ നോക്കി നിൽക്കുന്ന ഗായുവും. എന്താ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചറിയാനായി ഗായുവിനരികിലേക്ക് ചെന്ന ജോയുടെ കാതുകളിലേക്ക് പതിച്ച വാക്കുകൾ കേട്ട് അവനൊന്ന് ഞെട്ടി. ചന്തു, എൻ്റെ സീതക്കുട്ടി വന്ന് നോക്കിക്കേ. നഷ്ടപ്പെട്ടു പോയ കളിപ്പാട്ടം തിരികെ കിട്ടിയ കുഞ്ഞിൻ സന്തോഷം കണക്കെ മുകളിൽ നിന്നും ഇറങ്ങി വന്ന ശന്തനുവിനെ കണ്ട് അവനരികിലേക്ക് ഓടിച്ചെന്ന് പറയുന്ന ഉണ്ണി. സീതക്കുട്ടി! ഉണ്ണിയുടെ സീത എന്ന വിളിയിൽ അത്ഭുതത്തോടെ അവളെ നോക്കിയ ശന്തനുവിൻ്റെ മിഴികളിൽ പൊടുന്നനെ ഭാവം മാറി വരുന്നത് കണ്ട് ജോ അവൾക്കരികിലേക്ക് ചെന്നു. എന്താ ഗായു, എന്താ ഇപ്പോൾ ഇവിടെ നടന്നത്? ആദിയോടെ അവൻ ചോദിച്ചു. അത് ജോ, ഞാൻ ഉണ്ണിയേട്ടനെ ഗായത്രിക്കുട്ടി അടിച്ചു. ഗായുവിന് മുന്നേ ശന്തന് പറഞ്ഞു. അത് നന്നായി, ഒരടിയുടെ കുറവ് ഈ വട്ടനുണ്ടായിരുന്നു. പക്ഷേ ഗായു എന്തിനാ ഈ വട്ടനെ തല്ലിയത്? ആത്മകഥം എന്നോണം ജോ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സംശയത്തോടെ ഗായുവിനെ നോക്കിയ സമയം എൻ്റെ സീതക്കുട്ടിയെ കൊണ്ടുപോകാൻ വന്നതാ ചന്തു. ഇവൻ്റെ സീതക്കുട്ടിയെ കൊണ്ടുപോകും. ഗായുവിനരികിൽ നിൽക്കുന്ന ജോയെ കണ്ടു ഉണ്ണി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അവനരികിലേക്ക് പോകാൻ തുടങ്ങിയിരുന്നു. ശന്തനു ഉണ്ണിയെ തടഞ്ഞു നിർത്തി അവനോടായി ചോദിച്ചു. ഉണ്ണിയേട്ടൻ്റെ സീതക്കുട്ടിയാണോ ഇത്? വിശ്വാസം വരാതെ അവനെ പിടിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ ഗായുവിൻ്റെ കണ്ണുകളിൽ സംശയത്തോടെ അവൾക്കരികിലേക്ക് നിന്ന ജോയിലേക്ക് പോയി. എനിക്കൊന്നും അറിയില്ല ഗായു. മൗനമായി അവൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവൻ്റെ മിഴികൾ അവൾക്കുത്തരം നൽകിയ നിമിഷം പിന്നെയും ആ വിളി ഉണ്ണിയിൽ നിന്നുയർന്നു. സീതക്കുട്ടി! പിന്നെയും ആ പേര് വിളിച്ചും കൊണ്ടവൻ അവൾക്കരികിലേക്ക് ചെന്നു അവളുടെ കൈകളിൽ പിടുത്തമിട്ടു. ഞാൻ സീതയല്ല, ഗായത്രിയാണ്. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ അവനിൽ നിന്നും കൈകൾ വിടിവിക്കാനായി ശ്രമിച്ചു. ഗായത്രിയല്ല, എൻ്റെ സീതക്കുട്ടിയാ, ഉണ്ണി പറഞ്ഞുകൊണ്ടിരുന്നു. നിസ്സഹായതയോടെ ഗായു ജോയെ നോക്കി. ഗായുവിൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായ ജോ മുന്നോട്ട് ആഞ്ഞു അവൾക്കരികിലേക്ക് എത്തുന്നതിന് മുന്നേ ശന്തനു ഉണ്ണിക്കരികിലേക്ക് ചെന്നു അവളുടെ കൈകളിൽ നിന്നും അവൻ്റെ കൈകൾ മോചിപ്പിച്ചു അവനെ അവളിൽ നിന്നും നീക്കി നിർത്തി. ജോ, എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെ ഭ്രാന്ത ഈ കാണിച്ചു കൂട്ടുന്നത്? ആരാ അത്? ഒന്ന് തെളിച്ചു പറയാമോ? അവനടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് ഗായു ചോദിച്ചു. ഗായു, അത് ശന്തനുവിൻ്റെ ഏട്ടനാണ്. ഏട്ടനോ? സംശയത്തോടെ അവൾ ചോദിച്ചു. അത് മാണിക്യമംഗലത്തെ സൂര്യനാരായണൻ്റെ മൂത്ത മകൻ ഉണ്ണി എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ആരാ സീത? അറിയില്ല. കുറച്ച് ദിവസമായി സീതക്കുട്ടി വരുന്നത് നോക്കിയിരിക്കുകയാണ് ഏട്ടൻ. ഗായത്രിയെ കണ്ടപ്പോൾ ഏട്ടൻ അങ്ങനെ വിളിച്ചെങ്കിൽ ഏട്ടൻ കാത്തിരുന്നത് ഗായത്രിക്കുട്ടിയെ ആയിരുന്നു. ഏട്ടൻ്റെ സീതക്കുട്ടി അത് ഗായത്രിക്കുട്ടിയായിരുന്നു. ഞാനോ? വിശ്വാസം വരാതെ അവൾ തിരിച്ചു ചോദിച്ചു. അതേ, ഏട്ടൻ കാത്തിരുന്ന സീതക്കുട്ടി അത് ഗായത്രിയാണ്. ഏട്ടൻ വിളിച്ചത് കേട്ടില്ലേ, ഗായത്രിക്കുട്ടിയെ? അങ്ങനെ വിളിച്ചു എന്ന് കരുതി അത് ഞാൻ തന്നെ ആകണമെന്നുണ്ടോ? എന്തോ അറിയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഏട്ടൻ്റെ സീത അത് ഗായത്രിക്കുട്ടിയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? തലയ്ക്ക് സുഖമില്ലാത്ത ആൾ എന്തോ പറഞ്ഞു എന്ന് കരുതി നിങ്ങളും അത് വിശ്വസിക്കാം. എന്താ നിങ്ങൾക്ക് പകർന്നോ ആ അസുഖം? ശന്തനുവിനെ നോക്കി ദേഷ്യത്തോടെ ഗായു ചോദിച്ചു. ഗായത്രിക്കുട്ടി! പെട്ടെന്ന് പുറകിൽ നിന്നും ആ വിളി കേട്ടവർ മൂവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. ദേഷ്യത്തോടെ ഗായുവിനെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയമ്മ. ഒന്നും മനസ്സിലാകാതെ മൂവരും മുഖത്തോട് മുഖം നോക്കി നിന്നപ്പോഴാണ് ഉണ്ണിയുടെ വാക്കുകൾ കേട്ടത്. അമ്മേ, സീത, എൻ്റെ സീതക്കുട്ടി! ഉണ്ണിയുടെ വാക്കുകൾ കേട്ടപ്പോൾ മാത്രമാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അവൾ പറഞ്ഞതെല്ലാം അമ്മ കേട്ടു എന്ന്. സീതക്കുട്ടി വന്നല്ലോ, എൻ്റെ സീതക്കുട്ടി വന്നല്ലോ എന്നുറക്കെ വിളിച്ചു പറഞ്ഞ് ഇതിനോടകം തന്നെ ഉണ്ണി അമ്മക്കരികിലേക്ക് ചെന്നു തൻ്റെ സീത വന്ന വിവരം അവരെ അറിയിക്കുകയും സീതയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അമ്മയെ വിളിച്ചു കൊണ്ടുവരികയും ചെയ്തു. അന്നേരം ഉണ്ണിയുടെ സീത ആരെന്നറിയാനുള്ള അതിയായ ആഗ്രഹത്തോടെ അവൻ്റെ ഒപ്പം അകത്തളത്തിലേക്ക് വന്നപ്പോഴാണ് ഗായുവിൽ നിന്നും ആ വാക്കുകൾ കേട്ടത്. അമ്മേ, ദേ എൻ്റെ സീതക്കുട്ടി! ഗായുവിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്
തനിക്കരികിലായി നിൽക്കുന്ന അമ്മയോട് ഉണ്ണി പറഞ്ഞു. ഞാൻ സീതയല്ല, ലക്ഷ്മിയെ കണ്ട് ഗായു അവർക്കരികിലേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു. എൻ്റെ സീതക്കുട്ടിയെ കള്ളം പറയുന്നത് എൻ്റെ സീതക്കുട്ടി തന്നെയാ. ചിണുങ്ങിക്കൊണ്ട് ഉണ്ണി അമ്മയെ പിടിച്ചുലച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ സീതയല്ല, തലക്ക് സുഖമില്ലാത്തവർ ഓരോന്ന് പറയുന്നത് കേട്ട് അതിനനുസരിച്ച് തുള്ളാനൊന്നും എന്നെ കിട്ടില്ല, പറഞ്ഞേക്കാം. തലക്ക് സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം, അല്ലാതെ വെച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഉണ്ണിയെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവൾ തൻ്റെ മുറിയിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട ഉണ്ണി സീതക്കുട്ടി എന്ന് വിളിച്ച് പിന്നാലെ പോകാൻ തിരിഞ്ഞതും ചന്തു അവനെ ബലമായി പിടിച്ചു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നിൽക്കേണ്ട സീതക്കുട്ടിയുടെ അടുത്തേക്ക് പോകണം, എന്നെ വിട് ചന്തു, എന്നെ വിടാൻ. തിരികെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന വേളയിൽ ഉണ്ണി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് കേട്ട് ആ അമ്മയുടെ ഉള്ളം വേദനിച്ചു. നിറക്കണ്ണുകളോടെ ആ അമ്മ മകൻ്റെ പോക്ക് കണ്ടു നിന്നു. ആ കാഴ്ച കണ്ടുകൊണ്ട് ജോയും നിമിഷനേരത്തേക്ക് മനസ്സുകൊണ്ടവൻ ഗായുവിനെ ഉള്ളാലെ ചീത്ത പറഞ്ഞു. ഈ സമയം ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാത്ത വിധം സങ്കടങ്ങളും പേമാരിയിൽ നനഞ്ഞു കുതിരുകയായിരുന്നു ഗായു. തൻ്റെ പ്രവൃത്തി, ഒരു നിമിഷ നേരം കൊണ്ട് തന്നിൽ നിന്നും വന്ന വാക്കുകൾ, അത് മറ്റുള്ളവർക്ക് വേദന നൽകിയെന്നൊരു തോന്നൽ അവളിൽ ഉളവായതും താൻ പറഞ്ഞുപോയ വാക്കുകൾ ഇനി തിരിച്ചെടുക്കാനാകില്ലല്ലോ എന്നോർത്ത് അവളുടെ മനമൊരുകി. തിരികെയുള്ള യാത്രയിലുടനീളം ദേവൻ്റെ ചിന്തകൾ മുഴുവൻ മാഷച്ചൻ്റെ ഡയറിയിലെ കുറിച്ചായിരുന്നു. എന്തായിരിക്കും അതിനുള്ളിൽ? തന്നോട് പറയാൻ കഴിയാതെ പോയ എന്ത് കാര്യമാണ് അതിനുള്ളിൽ? ചിന്തകളുടെ വലിയൊരു കൂമ്പാരം തന്നെ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അതിനാൽ തിരികെയുള്ള അവൻ്റെ യാത്ര വേഗമേറിയതായിരുന്നു. ഡയറിക്കുള്ളിൽ എന്തറിയാനുള്ള ആകാംക്ഷയോടെ തിരികെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ആണ് ദേവന് ഫോൺ വന്നത്. ജോ കോളിംഗ്. ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പതിഞ്ഞ പേര് കണ്ടവൻ ദേവൻ വണ്ടി റോഡരികിലേക്ക് നീക്കി നിർത്തി ഫോണിനെടുത്ത് കാതോരം വെച്ചു. മൗനം, തീർത്തും അപ്പുറത്ത് മൗനം. വാക്കുകൾ ഇല്ലാത്ത ഇരുപ്പുറവും നിശബ്ദതയുടെ നിമിഷങ്ങൾ കടന്നു പോകവേ മൗനത്തിന് വിരാമം വിട്ടുകൊണ്ട് ദേവനെ വിളിച്ചു. ഗായു മറുപടിയേതുമില്ല. കനത്ത നിശബ്ദമായ മുറിച്ചും കൊണ്ട് അവൻ്റെ വിളി അവളുടെ കാതിൽ പതിച്ചു. ഗായു. വീണ്ടും അവൻ്റെ ശബ്ദം അവളുടെ കാതിൽ പതിച്ചതും ഏങ്ങലോടെ അവൾ അവനെ വിളിച്ചു. ദേവാ. ഗായു. ജോക്ക് ഫോൺ കൊടുത്തേ, ഉറച്ച ശബ്ദത്തോടെ അവൻ അവളോട് പറഞ്ഞു. ദേവാ, എനിക്ക് ഫോൺ കൊടുക്കാനല്ലേടി നിന്നോട് പറഞ്ഞത്? ദേഷ്യത്തോടെ ഉച്ചത്തിൽ അവനത് പറഞ്ഞതും പെട്ടെന്ന് തന്നെ അവൾ ജോയ്ക്ക് നേരെ ഫോൺ നീട്ടി. ഒന്നും മനസ്സിലാകാതെ ജോ അവളിൽ നിന്നും ഫോൺ വാങ്ങി കാതോരം ചേർത്ത് വെച്ചു. അവളെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് എന്താ ജോ അവിടെ നടന്നത്? വെപ്രാളത്തോടെയാണെങ്കിലും ഗൗരവം ഒട്ടും കുറക്കാതെ അവൻ ചോദിച്ചു. ദേവ, ഇവിടെ എന്തോ പറയാനായി തുടങ്ങിയ ജോയുടെ കയ്യിൽ ഗായുവിൻ്റെ പിടിമുറുകിയ നിമിഷം അവൻ അവളെ ഒന്ന് നോക്കി. ഇരുവശത്തേക്കും പതിയെ തല ചലിപ്പിച്ചും കൊണ്ട് അവൾ വേണ്ട എന്നർത്ഥത്തിൽ തലയണക്കി കാണിച്ചു. ജോ, സത്യം പറ, അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ദേവ, നീ പോയിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോ. അതിൻ്റെ സങ്കടം ഗായുവിനുണ്ട്, അതാ ഞാൻ വിളിച്ചത്. എന്താണ് നിനക്ക്? അവളോട് ദേഷ്യമാണോ? ജോ, ഉച്ചത്തിൽ ദേവൻ വിളിച്ചു. ഈ ദേഷ്യം ഉള്ളു നീറുമ്പോൾ അത് മറ്റുള്ളവർക്ക് അറിയാതിരിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന ഈ ദേഷ്യം, അത് ഒരു കണക്കിന് നല്ലതാ ദേവ. പറ്റുമെങ്കിൽ നീ അവളോടൊന്ന് സംസാരിക്കൂ. രണ്ടാളുടെയും ഉള്ളിലെ നീറ്റിലൊന്ന് മാറിക്കിട്ടും. പറഞ്ഞും കൊണ്ടവൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത ഉടനെ ജോ ഒറ്റ വീക്കങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ ഗായു. വലം കൈ ഓങ്ങിക്കൊണ്ട് അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. അവനെ വിളിക്കാൻ പറഞ്ഞു കിടന്ന് മോങ്ങിച്ചിട്ട് വിളിച്ചപ്പോൾ ഒന്നും പറയാൻ സമ്മതിക്കുമില്ല. എന്താ ഗായു, നിനക്ക് എന്താ? ഒന്നുകൂടി ആലോചിക്ക്. ഇനിയും സമയമുണ്ട്. തിരിച്ചു പോകണമോ? എന്നാൽ ഇപ്പോൾ പോകാം. എന്തിനും ഈ ജോ റെഡിയാണ്. പറഞ്ഞുകൊണ്ടവൻ അവൾക്കരികിലേക്ക് ഇരുന്നു. ജോ ഇനി ഒരു മടങ്ങിപ്പോക്ക് അതും ദേവൻ്റെ ജീവിതത്തിന് തടസ്സമായി കൊണ്ടില്ല. എന്തു തന്നെ സംഭവിച്ചാലും എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ആ മനസ്സിൽ നിന്നും എന്നേക്കുമായി പടിയിറങ്ങിയവളാണ്. ഇനിയൊരു മടങ്ങിപ്പോക്ക് ഒരിക്കലുമില്ല ജോ. പിന്നെ എന്തിനാണ് നീ മോങ്ങുന്നത്? എന്നേക്കുമായി പടിയിറങ്ങിയാണെങ്കിൽ പിന്നെ ഇവിടെ കിടന്ന് മോങ്ങിയിട്ട് എന്താ കാര്യം ഗായു? നിനക്ക് പറ്റില്ല എങ്കിൽ നമുക്ക് പോകാൻ മതി. ഇവിടെ ഇപ്പോൾ കൊല്ലാനാണോ വളർത്താനാണോ എന്നറിയാതെ എന്തു തന്നെയാൽ ഞാൻ ഇവിടെ തന്നെ കാണും. കൂടെ നിൽക്കാമെങ്കിൽ നിനക്ക് നിൽക്കാം, ഇല്ലെങ്കിൽ നിനക്ക് പോകാം. പക്ഷേ ഈ ഗായു വരില്ല. അത് തീർച്ചയാക്കിക്കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതും. നന്നായി. നിന്നെ കൂടാതെ ഞാൻ തിരികെ തനിച്ച് ചെന്നാലും മതി. നിൻ്റെ ദേവൻ എപ്പോൾ കൊന്നെന്ന് ചോദിച്ചാൽ മതിയല്ലോ. ഗായു, മതിയടി, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് മതിയാക്കി പെണ്ണെ. എല്ലാം നമുക്ക് കണ്ടെത്താം. നീ ഒന്ന് ഉഷാറാക്കി പെണ്ണെ. നിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒന്ന് പറ്റിപ്പോയി. വിട്ടുകള പെണ്ണെ. പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ജോ തന്നെ ചേർത്ത് പിടിച്ചവൻ്റെ തോളിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ടവൾ അവൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പതിയെ വിളിച്ചു. പറ പെണ്ണെ. മൂളികൊണ്ടവൻ വിളി കേട്ടു.
ദേവൻ ഒന്നും, എന്നിട്ട് വേണം ആ തെണ്ടി എന്നെ പഞ്ഞിക്കിടാൻ, ജോ ദയനീയമായി അവൾ വിളിച്ചു. ഓ, ഞാനായിട്ടൊന്നും പറയുന്നില്ല പോരെ. തോളിൽ നിന്നും അവളെ അടർത്തി മാറ്റി അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവൾ ഇരു കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. ജോ കപടദേശത്തോടെ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ വിളിച്ചു. ഇല്ലടി പെണ്ണെ, സത്യം. അവളുടെ കൈകളിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ആ പെണ്ണിൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നു. അത് കാണെ അവൻ്റെ ചുണ്ടിലും ആശ്വാസത്തിൻ്റെ ചെറു പുഞ്ചിരി വിടർന്നു. ഈ സമയം ദേവൻ്റെ മനസ്സ് ജോയുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. സത്യമല്ലേ അവൻ പറഞ്ഞത്? നെഞ്ചു നീറിക്കൊണ്ടുള്ള ഈ നിമിഷത്തിൽ പുറമേ കാണിക്കുന്ന ഈ ഗൗരവം എല്ലാത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ? അല്ലെങ്കിൽ പിന്നെ ഗായു അവളുടെ സ്വരം കേൾക്കാൻ കൊതിയില്ലാഞ്ഞിട്ടാണോ? അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും അവൾ തിരിച്ചു വിളിക്കുമെന്ന് അറിയാമായിരുന്നു. എന്നിട്ടും വേണ്ടിയിരുന്നില്ല. അവൾക്ക് പറയാനുള്ളത് കൂടി കേൾക്കാമായിരുന്നു. ചെയ്തില്ല. വാശിയായിരുന്നു. ഗായുവിനോടുള്ള ഒരു തരം വാശി. കലുഷിതമായ അവൻ്റെ മനസ്സിൻ്റെ അസ്വസ്ഥതകൾ വീണ്ടും കൂടി. ജോയുടെ ആ വിളിയിൽ പല ചിന്തകൾ അവനിൽ ഉടലെടുത്തു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളേറെ പ്രധാനം എത്രയും പെട്ടെന്ന് വീട്ടിലെത്തുക എന്നതും മാഷച്ചൻ്റെ ഡയറി വായിക്കുക എന്നതുമായതുകൊണ്ട് മറ്റ് ചിന്തകൾക്ക് ഇടം കൊടുക്കാതെ അവൻ വണ്ടി മുന്നോട്ടെടുത്തു. മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ ദേവൻ്റെ വണ്ടി ചെമ്പകശ്ശേരിയിൽ എത്തിച്ചേർന്നു. വണ്ടി പോർച്ചിലേക്ക് ഒതുക്കിയിട്ട് അതിൽ നിന്നും ഇറങ്ങി ഉമ്മറത്തേക്ക് കയറിയപ്പോൾ തന്നെ കേട്ടു അകത്തുനിന്നും ആമയുടെ ഉച്ചത്തിലുള്ള ശബ്ദം. ഇന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞ പെണ്ണ, എന്താണാവോ എന്നിട്ട് പോകാതിരുന്നത്? അല്ല, ഒരു കണക്കിന് അവൾ പോകാതിരുന്നത് നന്നായി. ഒന്ന് മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ഒരാളായല്ലോ. ആലോചനയുടെ ഉമ്മറത്തു നിന്നും ഹാളിലേക്ക് പ്രവേശിച്ച ദേവൻ അകത്തെ കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടു നിന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.